വളരെ രൂക്ഷമായിട്ട് ചീത്ത പറയാറുണ്ട്. ജയശ്രീക്ക് അതറിയാം. ബാബു ചീത്ത പറയുന്നതിന് കാര്യമുണ്ടെന്നും ജയശ്രീക്ക് ബാബുവിന്റെ ചീത്ത അതൊരു അതൊരു മരുന്നാണെന്നൊക്കെ ജയശ്രീക്ക് അറിയാം. ജയശ്രീ എല്ലാവരും ബാബു അങ്ങനെ മോശമായിട്ടൊന്നും കൂടാവാറുണ്ട്. ഞാനായിട്ട് തണ്ടുകൂട്ടത്തിന്റെ അവസ്ഥ ഇതേവരെ ഉണ്ടായിട്ടില്ല. അതിന് സംസാരിക്കുന്ന ചില വന്നിട്ടില്ല. എപ്പോ കണ്ടാലും ഭയങ്കര സ്നേഹത്തോടും അവനോട് അങ്ങനെ കയർത്തുന്നവരെ അങ്ങനെ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തായാലും ബാബുവിന്റെ ഈ വരുന്ന ജൂലൈ 31-ാം തീയതിത്തെ പരിപാടി അത് അതിഗംഭീരമാവണം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും തൃശ്ശൂരിലേക്ക് വരണം, വന്ന് അതിൽ പങ്കാളികളാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാബുവിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ 1000 പൂച്ചെണ്ടുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബാബു പാടാറുള്ള പാട്ടുകൾ ബാബുവിന് എപ്പോഴും വരുന്നൊരു പാട്ടാണ്. ഓരോരോ മാമലേ ചെമ്മേ ഓരോരോ ഇത് ബാബു എനിക്കത് പറയുമ്പോൾ കരച്ചിൽ വരും. കാരണം ബാബു ഇത് പാടാത്ത വേദിക്കുകയാണ്. എവിടെ വന്നാലും ബാബു അത് 2 വരി പാടും. അത് പാടിയിട്ടാണ് ബാബു പാട്ട് പാടാറുള്ളൂ. എന്തായാലും ബാബുവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ 1000 പൂച്ചെണ്ടുകൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. മനു സതീശൻ സാറ് 2 വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ മുഖത്തിൻ്റെ മെയിനായിട്ടാണ് ജോസഫാണ് സംസാരിക്കേണ്ടത്. അതിനകത്തും നന്ദി പറയും. അതിനെ വലിയ ഒരിക്കല് അപ്പോൾ സതീഷ് മാഷ് സംസാരിക്കും. ഇവിടെ മുന്നേ സംസാരിച്ച ചാപ്പ മാഷ്, ഡേവിസേട്ടൻ, പോൾസേട്ടൻ, സത്യദേവൻ വരെ പറഞ്ഞത് നിർത്തിയത് ഞാൻ വളരെ ദുഃഖത്തോടെയാണ് കേട്ടിരുന്നത്. ബാബുവിനെ ഞാൻ പരിചയപ്പെടുന്നത് 1 വർഷങ്ങൾക്ക് മുന്നേ ഡേവിസേട്ടൻ ഒക്കെ കോളേജ് ചെയർമാനായിരുന്ന സമയത്ത് കേരള കോളേജിൻ്റെ ഹോസ്റ്റൽ വീട്ടിലാണ്. ഞാൻ പാരലൽ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കളാണ് അവിടെ കുറേയധികം പേരുടെ വീടുകളിൽ മനോജ് ഡാമേക്ക് പഠിക്കുകയും ആ സമയത്ത് രാത്രിയൊക്കെ ഞാൻ അവിടെ ചെന്ന് കണ്ടിട്ട് അവർക്ക് ട്യൂഷൻ എടുക്കും, അവരോടൊപ്പം കൂടും. ഇങ്ങനെയാണ് ഡേവിസേട്ടൻ ഒരുമിച്ച് കേരള ജംഗ്ഷനിൽ അവിടുത്തെ നടക്കില്ലാത്തൊരു സമയത്ത് 12 നേരത്തെ ചായ കട്ടൻ ചായ കൊടുത്ത് വീണ്ടും വരും. അതിനൊക്കെ കുറേ സമയങ്ങൾ ബാബുവിൻ്റെ കൂട്ടം ചെലവഴിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് അതിനുശേഷം പിന്നെ ബാബുവിനെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് പിന്നെ കൂടുതലും പരിചയപ്പെടുന്നത് മുഖത്തിൽ വെച്ചിട്ടാണ്. പോൾസേട്ടനാണ് എന്നെ ശരിക്കും ഈ ഇങ്ങനൊരു കലാരംഗത്തേക്ക് ശരിക്കും പിടിച്ചു കൊണ്ടുവന്നത്. അന്ന് ഞാൻ തബല വായിക്കാനായിരുന്നു മുഖത്തിലേക്ക് വന്നിരുന്നത്. എന്നാണ് ആനണി മാഷ് എല്ലാവരും ഉണ്ടായിരുന്നു കൂട്ടിപ്പിന്നൽ. അപ്പം ആ സമയത്തൊക്കെ ബാബുവിനെ കാണും. വളരെ പെട്ടെന്ന് അങ്ങനെ ഗെയിറ്റ് കൊണ്ട് ചിരിച്ച് അങ്ങനെ ഭയങ്കര ഹായ് ഹായ് പറയുന്നൊരു സ്വഭാവം വേണ്ട. എങ്കിലും എന്താടാ സുഖമല്ല, ഇന്നതിൻ്റെ പരിപാടി, ഇങ്ങനെയൊക്കെ ഒത്തിരി ഹാർഡായിട്ടുള്ള രീതിയിലാണ് എപ്പോഴും ഇങ്ങനെ സംസാരിക്കുക. അപ്പം അതിൻ്റെ ശബ്ദത്തിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ അടുത്ത് കൂടുന്നു, കുറച്ച് നേരം സംസാരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ആ ബാബുവിൻ്റെ ഓരോ നീക്കം ശ്രദ്ധിക്കപ്പെടും. ബാബുവിനായിട്ട് സംസാരിക്കാൻ തോന്നാറുണ്ട് പലപ്പോഴും. പല വേദികളിലും വെച്ചിട്ട് ബാബുവിനെ കാണാൻ, ബാബു പങ്കെടുക്കുന്ന പല സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെട്ട ബാബുവായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ മുഖത്തിൻ്റെ ഇവിടെ വാർഷിക പരിപാടി നടന്നപ്പോൾ അന്ന് ആ സമയത്തൊക്കെ മുൻമന്ത്രി നമ്മുടെ കെ രാജനോളം കോളേജിൽ ദേവസ്വത്തിനൊക്കെയുള്ള സമയത്ത് ചെയർമാനായിരുന്ന സമയത്ത് അവിടെ കിട്ടുന്നു. അവിടെയൊക്കെ വെച്ചിരുമ്പോൾ ഒരു നല്ല അടുപ്പാണ്. അപ്പോൾ പല ഭാഗങ്ങളിൽ വെച്ചിട്ട് പല പ്രോഗ്രാമുകൾ നടക്കുന്ന ബാബു പങ്കെടുക്കുന്ന പല പരിപാടികളിലും അവിടുത്തെ കാണാനായിട്ട് അല്ലെങ്കിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തുന്ന സമയത്ത് ബാബുവായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കഴിഞ്ഞ മുഖത്തിൻ്റെ വാർഷിക പരിപാടിയിൽ ഈ ബാബുവിന് ഒരു
അനുമോദിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. മന്ത്രി രാജ്യം അനുമോദിച്ചൊരു ചടങ്ങുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടാണ്. അപ്പം അന്നും ബാബുവിനെ കണ്ടപ്പോൾ ബാബു ഇതൊക്കെ നിന്റെയാണോ, വളരെ നന്നായിട്ടുണ്ട് ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തത്, നിനക്കൊന്നും കുറെ പൈസ ചിലവായിട്ടാവില്ല, നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിച്ചു. അങ്ങനെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അതുകൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഈ മരണവാർത്ത ഞാൻ അറിയുന്നത് പോൾസെറ്റിൻ്റെ അടുത്ത് അനുസ്മരണ പരിപാടി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ മുഖത്തിലുണ്ട്, ഗ്രൂപ്പിലുണ്ട്, പക്ഷെ ഞാൻ അത് ഗ്രൂപ്പ് നോക്കാറൊന്നുമില്ല. അപ്പോൾ പോൾസെറ്റിൻ്റെ അടുത്ത് ഇതിന് ചൂടായി സംസാരിച്ചു. വെറുതെ ഗ്രൂപ്പിലുണ്ടായിട്ടുള്ള കാര്യം ഒന്ന് ഗ്രൂപ്പൊക്കെ നോക്കിക്കൂടെ ഇടയ്ക്ക്. ബാബു മരിച്ച കാര്യം എനിക്ക് വളരെ വിഷമമായി. അപ്പോൾ ഒരു അനുസ്മരണ പരിപാടി കൂടെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ എന്താ പറയുക, ഞാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം. ഏത് ദിവസമാണെങ്കിലും പറഞ്ഞോളൂ. അങ്ങനെയാണ് തിങ്കളാഴ്ച നമുക്ക് ഒന്നുകൂടെ ഒത്തുചേരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ബാബുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി സംസ്കൃതം എല്ലാ ആത്മാവിനും എല്ലാ നിത്യശാന്തികളും വേദിയിലും സദസ്സിലും ബാബുവിൻ്റെ കൂട്ടുകാരോട് പ്രത്യേക ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ബാബു എന്താണെന്നും ബാബു എങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കൂടുതൽ പറഞ്ഞൊരു ഓർമ്മകളിലേക്ക് പോകുമ്പോൾ അതൊരു വിഷമത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തും. എന്തിന് ഞാനൊക്കെ ബാബുവിനെ കാണുന്നത് കേരള ഓർമ്മയിൽ യൂണിയൻ ഇനാഗ്രേഷൻ സ്ഥിരം മുഖത്തിൻ്റെ നാടകമാണ്. ഇതേപോലെ ഞങ്ങൾ പ്രീഡിഗ്രി കഴിഞ്ഞ് ഒരു ഐറ്റികളൊക്കെ ഞാൻ പോണ സമയത്താണ് ഒരു വട്ടം ഒരു നാടകം ഇനാഗ്രേഷൻ വന്ന് ചെല്ലുമ്പോൾ അവിടെ കൂട്ടടി നടക്കണം.